പ്ലസ് ടു കഴിഞ്ഞ് നാട് വിടണോ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് നാട് വിടണോ? ഇന്നത്തെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ചോദ്യമാണിത്. കാരണം ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു തൊഴിൽ മേഖലയിലെ മാറ്റങ്ങൾ അവരെ ചെറുതായൊന്നുമല്ല സമ്മർദ്ദത്തിലാക്കുന്നത്. എന്നാൽ കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിൽ അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ ഈ ടെൻഷനേ വേണ്ടെന്ന് പറയുകയാണ് മലപ്പുറം മഞ്ചേരിയിലെ മെർച്ചക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ്. കാരണം അവിടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസിലൂടെ വിദ്യാർത്ഥികളെ വർക്ക് അറ്റ്മോസ്ഫിയറിലേക്ക് പ്രാപ്തമാക്കിയെടുക്കുകയാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്യുന്നത്. ഇന്ന് ബ്രാൻഡ് വാല്യൂയിൽ നമ്മളോടൊപ്പം ഉള്ളത് മെർച്ചക്സിന്റെ ജനറൽ മാനേജർ ആയിട്ടുള്ള മുഹ്സിനാണ്. സ്വാഗതം പ്രോഗ്രാമിലേക്ക്. മെർച്ചക്സ് എന്ന് പറയുന്ന ഒരു പേരിൽ തന്നെ ഒരു പുതുമയുണ്ടല്ലേ? അപ്പം എന്താണ് ഈ മെർച്ചക്സ് എന്ന് പറയുന്ന ആശയം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതുപോലെ ഇപ്പം കുറേ കൊമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ കൊമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എന്ത് വ്യത്യസ്തതയാണ് മെർച്ചക്സിനുള്ളത്, അല്ലെങ്കിൽ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ എന്ത് പോരായ്മയാണ് ആ ഒരു പഠന രീതിയിൽ നിങ്ങൾ കണ്ടത്? അതായത് മെർച്ചക്സ് എന്ന് പറഞ്ഞ ആശയം വരുന്നത്, കുട്ടികൾ സ്ട്രഗിൾ ചെയ്യുന്നൊരു സ്റ്റേജ് നമ്മൾ കണ്ടു തുടങ്ങി. കുട്ടികൾ പഠിക്കുന്നത് എന്തിനാണ്, ഈ ഒരു സ്പെസിഫൈഡ് സംഭവം പഠിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ചോദ്യം ഒരു ആൻസർ ഇല്ലാതായി പോയി കുട്ടികൾക്ക്. പാരൻസ് കുട്ടികളോട് വേവലാതിപ്പെടുത്തുന്നു, എടാ നീ ഇനി എന്താ പഠിക്കുന്നത്, നിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഫ്യൂച്ചർ എങ്ങനെയാണ്, നീ ഈ ഒരു ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയി പോയി കുട്ടികൾ. ഇതിനുള്ളൊരു പ്രോപ്പർ ആൻസർ അവൻ്റെ ഒരു പേപ്പർ ഡിഗ്രിയിലോ അല്ലെങ്കിൽ അവൻ്റെ വേറെ ഒന്നും അവനക്ക് കിട്ടാനില്ല. അവനും ആ കൺഫ്യൂസ്ഡാണ്. ഞാൻ ഏത് ഡിഗ്രി പഠിക്കണം, ഏത് കോഴ്സ് എടുക്കണം, ഇത് കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും ഏൺ ചെയ്ത് തുടങ്ങാം. ഈ ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. ഈ ക്വസ്റ്റ്യൻ മാർക്കിന് ഒരു ആൻസർ ആയിട്ടാണ് മെർച്ചക്സ് എന്ന് പറയുന്നൊരു സ്ഥാപനം നമ്മൾ കൊണ്ടുവരുന്നത്. ഒരു കൊമേഴ്സ് ഫീൽഡിൽ അല്ലെങ്കിൽ കൊമേഴ്സ് ആൻഡ് ഫൈനാൻസ് ഫീൽഡിൽ ഒരു അൾട്ടിമേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കും മെർച്ചക്സ്. അത് നമ്മൾ ഉറപ്പുവരാണ്. മെർച്ചക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ലൈഫിലൊരു കരിയർ സ്റ്റെക്ക് വരില്ല, ഒരു ക്വസ്റ്റ്യൻസ് വരില്ല, കൺഫ്യൂഷൻസ് വരില്ല. അതിനുള്ള ആൻസർ നമ്മുടെ കയ്യിലുണ്ട്. ആ രീതിയിലാണ് മെർച്ചക്സ് അന്ന് നമ്മൾ എന്ത് ചെയ്തത്, ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിൻ്റെ ഫസ്റ്റ് കോഴ്സ് ആയിട്ടുള്ള സർട്ടിഫൈഡ് അക്കൗണ്ടൻറ്റ് ആൻഡ് ഫൈനാൻസ് മാനേജർ എന്ന് പറയുന്ന കോഴ്സിൽ എൻ്റർലി ഈ ടോപ്പിക്കുകളെല്ലാം നമ്മൾ കവർ ചെയ്തു. കുട്ടികൾ സ്ട്രഗിൾ ചെയ്യണ്ട, കുട്ടികൾ കൺഫ്യൂസ്ഡ് ആവണ്ട. ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ എത്താൻ പറ്റും നമ്മൾ പറഞ്ഞുതരാം. എങ്ങനെ നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റും നമ്മൾ പറഞ്ഞുതരാം. നെക്സ്റ്റ് ഏത് സ്റ്റെപ്പ് എടുക്കണം, എന്തിനെ കുറിച്ച് പഠിക്കണം നമ്മൾ പറഞ്ഞുതരാം. ഈ രീതിയിലാണ് മെർച്ചക്സ് എന്ന് പറയുന്ന ആശയം ഉണ്ടായത്, അതിൻ്റെ കോഴ്സും ഉണ്ടായത്. അതുതന്നെയാണ് ഇതിനെ ഇത്രയും ബെസ്റ്റ് ഒരു സ്ട്രക്ചറാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഇതിൽ പഠനമുണ്ട്, ട്രെയിനിങ് ഉണ്ട്, സ്റ്റൈപ്പൻഡ് ഉണ്ട്, അത് കഴിഞ്ഞ് 100% ജോബ് ഗ്യാരണ്ടി ഉണ്ട്. പോരാത്തതിന് അവനിനി മറ്റൊന്നും അവൻ അന്വേഷിക്കേണ്ട, ഇത് മതി, അൾട്ടിമേറ്റാണ്. ആ ഒരു രീതിയിലോട്ടാണ് ഇതിൻ്റെ സ്ട്രക്ചർ നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. ആ ആശയത്തിൽ നിന്നാണ് മെർച്ചക്സിൻ്റെ കോഴ്സുകളും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ CAFM എന്നുള്ളതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിൽ എന്തൊക്കെയാണ് പ്രത്യേകമായി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? അതായത് നമുക്കറിയാവുന്ന പോലെ ഇപ്പോൾ ലോകത്ത് എവിടെ ചെന്നാലും ഏറ്റവും കൂടുതൽ ജോലി സാധ്യതകളുള്ളത് ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സ് രംഗത്താണ്. കാരണം പൈസയാണ്, അറ്റ്ലീസ്റ്റ് ക്യാഷ് ഫ്ലോ ആണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം, ഇതിൻ്റെയൊക്കെ ബാക്ക് ബോൺ അതാണ്. അതിനെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാനും അതിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനുള്ളൊരു ടീം, ഇതാണ് എല്ലാ ബിസിനസ്സുകളും ആഗ്രഹിക്കുന്നത്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള എൻ്റയർ ടോപ്പിക്കുകൾ, ടാക്സേഷൻ, അക്കൗണ്ട്സ്, ഫൈനാൻസ്, കോസ്റ്റിംഗ്, ലീഗൽ കംപ്ലയൻസുകൾ, ഇതിലോട്ട് ഉപയോഗിക്കുന്ന സിമുലേറ്ററുകൾ, സോഫ്റ്റ്വെയറുകൾ, ഗവൺമെൻറ് സൈറ്റുകൾ എങ്ങനെ ഉപയോഗിക്കണം, ഇങ്ങനെയുള്ള എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്തിട്ട് ഒരു പ്രൊഫഷണൽ കോഴ്സുകളായിട്ടുള്ള CA, CMA, ACC ഒക്കെ പോലെയുള്ള കോഴ്സുകളുടെ എല്ലാ ടോപ്പിക്കിനെ വളരെ സിംപ്ലിഫൈ ആയിട്ട് കവർ ചെയ്ത് AI വിഷ്വലൈസേഷൻ കോൺസെപ്റ്റൽ മെത്തേഡിലൂടെ ഒരു സിനിമ കണ്ടിട്ട് കുട്ടിക്ക് എങ്ങനെ ഇത് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളൊരു ആശയം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. ഒരു പുതിയൊരു ടെക്നോളജിയാണല്ലേ, മാർക്കറ്റിൽ ഇതുവരെ ആരും ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത, ആരും പരീക്ഷിച്ച് നോക്കാത്തൊരു പുതിയ ഇന്നോവേഷൻ തന്നെയാണ്. കാരണം നമുക്കറിയാം, വിഷ്വലി കുട്ടിക്ക് കിട്ടുന്ന ഒരു ഹുക്കുണ്ട്, അത് എന്നും കുട്ടികളുടെ മൈൻഡിൽ ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ജനിച്ചു വീണ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് നോളജൊന്നുമില്ല, പക്ഷെ ഇവർ അടുത്ത് വെച്ച് കൊടുക്കുന്ന പാട്ടുകൾ കേൾക്കുന്നതും അടുത്ത് കാണുന്ന വിഷ്വൽസ് ക്യാപ്ചർ ചെയ്യുന്നതും അതുപോലെ അനുകരിക്കാൻ ശ്രമിക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇതുപോലെ തന്നെയാണ് ഏത് സ്റ്റേജിൽ നിൽക്കുന്നൊരു സ്റ്റുഡൻറ്റും. അവന് ചുറ്റും പാടുന്ന എന്താണ് അവനക്ക് കിട്ടുന്നത്, അവനക്ക് എന്ത് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്, എന്ത് സ്കില്ലാണ് അവനക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നത്, ഡെയിലി റുട്ടീനിലോട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ആവുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ കോഴ്സിലൂടെ കുട്ടിക്ക് കൊടുക്കുകയാണ്. അങ്ങനെ പ്രാക്ടിക്കലി അവൻ പഠിച്ചും ചെയ്തും മനസ്സിലാക്കിയും അതിൽ ട്രയൽ ആൻഡ് എറേഴ്സ് നടത്തിയിട്ടുമാണ് കുട്ടി ബിൽഡ് ആവുന്നത്. ഒരു റൈറ്റ് സ്കില്ല് കുട്ടിയിലോട്ട് വരികയാണ്. എന്താ പറയുക, ഒരു കറക്റ്റ് പ്ലാൻ കുട്ടിക്ക് മനസ്സിലാവുകയാണ്. ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ അത് ഇങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇത്രയും പാട്ടുകളാണ് നമ്മൾ ഈ കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു കോഴ്സ് എന്ന് പറയുന്നതിലുപരി കുട്ടിയുടെ ഡെയിലി റുട്ടീൻസിൽ നമ്മൾ വേണ്ട കാര്യങ്ങൾ ഇൻജെക്റ്റ് ചെയ്യുകയും
അതുപോലെയുള്ള സ്കില്ലുകൾ കുട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുകയും ആ സ്കില്ലുകളിൽ വരുന്ന തെറ്റുകൾ കുട്ടികളെ കൊണ്ട് തന്നെ സൊല്യൂഷൻസ് കണ്ടെത്തുകയും എന്നുള്ളതാണ് നമ്മൾ ഈ കോഴ്സിൻ്റെ ഒരു സ്ട്രക്ചർ. അപ്പൊ ഈ +2 കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസിനാണോ ഈ പ്രോഗ്രാമിന് ജോയിൻ അതെ ചെയ്യാൻ അതെ പറ്റുക? +2 ആണ് ഇപ്പം നമ്മൾ ബേസ് ആയിട്ട് വെച്ചിട്ടുള്ളത്. +2 കഴിഞ്ഞിട്ടാണ് കുട്ടികൾ ഏറ്റവും കൂടുതൽ വേവലാതിപ്പെടാറ്. കാരണം 10th കഴിഞ്ഞാൽ നമുക്കറിയാം +2 ആണ് ഇനി നെക്സ്റ്റ് നമ്മൾ കവർ ചെയ്യേണ്ടതല്ലേ. +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈഡർ ഓപ്പർച്യൂണിറ്റീസ് ആണ് നാട്ടിലുള്ളത്. പലതരം അഡ്വർടൈസ്മെൻറ്റ്സുകൾ നമ്മൾ കാണുന്നുണ്ട്, പല ഓപ്പർച്യൂണിറ്റീസുകൾ കാണുന്നുണ്ട്. 2 മാസം കൊണ്ട്, 6 മാസം കൊണ്ട്, 1 ഇയർ കൊണ്ട്, 5 ഇയർ കൊണ്ട് എന്ന് പറയുന്ന ഒരുപാട് ഏരിയാസ് നമുക്ക് വൈഡർ ഓപ്പർച്യൂണിറ്റി. കുട്ടി സ്റ്റക്കായി പോവാണ്. ഇതിലെന്ത് ഒപ്റ്റ് ചെയ്യണം, ഇതിലേത് ചൂസ് ചെയ്യണം, എപ്പോഴാണ് എൻ്റെ കരിയർ ബിൽഡ് ആവുക, ഞാൻ എന്ന് മുതൽ ഏൺ ചെയ്ത് തുടങ്ങാം, എൻ്റെ ഫാമിലി എന്ന് മുതലൊക്കെ സെറ്റിൽ ചെയ്യാൻ പറ്റാം. അപ്പോൾ ഇതിൽ എനിക്കൊരു ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പം നമ്മൾ കുറേ പരസ്യങ്ങൾ കാണാറുണ്ട് ഇങ്ങനെ ഇന്റേൺഷിപ്പിൻ്റെ സമയത്ത് സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നു അല്ലെങ്കിൽ ജോലി ഉറപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് നിരവധി വാഗ്ദാനങ്ങളൊക്കെ നമ്മൾ ദിനംപ്രതി കാണുന്ന. പക്ഷേ നിങ്ങളുടെ ഒരു കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കിയത്, അതായത് ഒരു ലീഗലായിട്ടുള്ള ഒരു അഗ്രിമെന്റ് എഴുതി കൊടുക്കുന്നു എന്നുള്ളത്. നമ്മളിതിന് ഇനീഷ്യൽ R&D ടൈമിൽ, അതായത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ടൈമിൽ നമ്മൾ ഒരുപാട് കമ്പനികളുമായിട്ട്, നമ്മൾ അസോസിയേറ്റ് കമ്പനികളുടെ ഒക്കെ ആയിട്ട് സർവേസ് നടത്തിയെന്ന് പറഞ്ഞല്ലോ. ഈ സർവേസ് എന്നൊക്കെ മനസ്സിലായത് സ്കില്ലാണ് എല്ലായിടത്തും വേണ്ടത്. അവിടെ ആ ഒരു CEO ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവിടുത്തെ ഒരു CFO ആയിക്കോട്ടെ, ഒരു CMO ആയിക്കോട്ടെ, വാട്ടെവർ, അവിടെ എല്ലാവർക്കും വേണ്ടത് സ്കില്ലാണ്. ഇന്ന കോഴ്സ് പഠിച്ചത് കൊണ്ട് ആ സ്കില്ല് കിട്ടണമെന്നില്ല, ഇന്ന കാര്യം ചെയ്തത് കൊണ്ട് ആ സ്കില്ല് കിട്ടുന്നില്ല, ഇന്ന ഡിഗ്രി എടുത്തത് കൊണ്ട് ആ സ്കില്ല് കിട്ടണമെന്നില്ല. അപ്പോൾ അതിന് വേണ്ട റൈറ്റ് സ്കില്ലുകൾ നമ്മൾ കോഴ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഈ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ അവർക്ക് എവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും? ഒരു കറക്റ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസിൽ പ്ലേസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള സർവീസ് നടത്തിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു കറക്റ്റ് പിക്ചർ നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഈ നമ്മുടെ ഫസ്റ്റ് ഈ ഒരു 1 ഇയർ കോഴ്സിൻ്റെ സ്ട്രക്ചർ കഴിഞ്ഞ് വരുന്ന ഒരു കുട്ടിക്ക് 100% ട്രെയിനിങ്ങിലോട്ട് നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും. ഈസിയാണ്, കാരണം അവന് സ്കിൽഡ് ആയിട്ടുള്ളതാണ്. നമ്മുടെ ആണെങ്കിൽ എൻ്റെ ഗ്യാരണ്ടി ഈ 2 ഇയർ എക്സ്പീരിയൻസിൻ്റെ ടൈമിൽ അവനതിനെ ബൂസ്റ്റപ്പ് ചെയ്യണം. അവന് പ്രാക്ടിക്കലി നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു, ഇതേ സംഭവം അവൻ ഒറ്റയ്ക്ക് ഓരോ കമ്പനിയിലെ ഓരോ പൊസിഷൻസിൽ ഇരുന്നിട്ട് അവനെ ഹാൻഡിൽ ചെയ്യാനും പഠിച്ചു. ഈ 2 ഇയർ ഇൻറ്റേൺഷിപ്സ് സമയം കഴിയുന്ന സമയത്ത് അവൻ എന്ത് ചെയ്യണം, അവൻ്റെ ഫൈനൽ QC നമ്മൾ തന്നെ കണ്ടക്ട് ചെയ്യണം. അവന് ഇതുവരെ പഠിച്ചതൊക്കെ ഓക്കെ ആണോ, അവന് റൈറ്റ് സ്കിൽഡ് ആയിട്ടുണ്ടോ എന്ന്. അങ്ങനെ നമ്മൾ ഫൈനൽ QC കഴിഞ്ഞൊരു സ്റ്റുഡൻറ്റിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് അവന് പ്രൊഫഷണലി ഓരോ ഡിസിഷൻസ് മേക്ക് ചെയ്യാൻ ക്യാപ്പബിൾ ആയിരിക്കും, ഓരോ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ ക്യാപ്പബിൾ ആയിരിക്കും. അവന് അത്യാവശ്യം കോൺഫിഡൻസ് ബൂസ്റ്റ് ആയിട്ടുണ്ടായിരിക്കും, ഒരു പ്രസൻറ്റേഷൻ സ്കില്ലുണ്ടായിരിക്കും, ഒരു ടീമിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ ഇതിൻ്റെ അപ്ഡേറ്റഡ് വേർഷൻ എന്താണെന്നുള്ളത് അവൻ മനസ്സിലാക്കിയിരിക്കും. പോരാത്തത് ഈ 2 ഇയർ ഇൻറ്റേൺഷിപ്പ് സമയത്ത് നമ്മൾ IPTP എന്ന് പറയുന്ന ഒരു അഡീഷണൽ പ്രോഗ്രാമും കൂടി കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. ഒരു 15 ടോപ്പിക്കുകൾ കവറപ്പ് ചെയ്യുന്നത്. ഇത് കാരണമൊക്കെ ഇവൻ ബൂസ്റ്റ് ആയിട്ടുണ്ടാവും, അത്യാവശ്യം ബൂസ്റ്റ് ആയിട്ടുണ്ടാവും. ഈ ഒരു കുട്ടിയെ ഒരു ജോലിയിലോട്ട് പ്ലേസ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. കാരണം റൈറ്റ് സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സണാണ്, റൈറ്റ് നോളജ് ഉള്ള പേഴ്സണാണ്, പ്രൊഫഷണൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സണാണ്. എല്ലാ സോഫ്റ്റ്വെയറുകളെ കുറിച്ചും, ഓരോ സൈറ്റുകളെ കുറിച്ചും, ഓരോ ടെക്നിക്കുകളെ കുറിച്ചും, ടാക്സ് പ്ലാനിങ്ങിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽഡ് സ്ട്രക്ചർ ആയിട്ടുള്ള പേഴ്സണാണ്. വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് കഴിഞ്ഞ 2 വർഷം ഒരു കമ്പനിയിൽ എക്സ്പീരിയൻസ് ചെയ്ത പേഴ്സണാണ്. ഇങ്ങനെ ഒരാൾക്ക് ഇന്നത്തെ ജോലി സാധ്യതകൾ എത്രത്തോളമാണെന്ന് നമുക്ക് തന്നെ അറിയാം. ഈ വാക്കാലെ പറയുമ്പോൾ ഇതിൽ 2 പാർട്ടുണ്ട്. കാരണം പാരൻസിന് വിചാരിക്കാം ഇനി ഇവർ കൊടുത്തില്ലെങ്കിലോ, കുട്ടിക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാമല്ല. വാക്കാലെ ഞാൻ പറഞ്ഞതാണ്, അല്ലെങ്കിൽ എൻ്റെ അഡ്വർടൈസ്മെൻറ്റ് പാർട്ടിൽ വാക്കാലെ പറഞ്ഞതായിരിക്കാം. ഈ ഒരു സംശയം പാരൻസിനോ കുട്ടികൾക്കോ വരാൻ പാടില്ല. കാരണം അവരുടെ കരിയറാണ് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുള്ളത്. അതിനെ സെക്യൂർ ചെയ്യാനാണ് നമ്മൾ റിട്ടേൺ അഗ്രിമെൻ്റ് ആയിട്ട്, ലീഗൽ അഗ്രിമെൻ്റ് ആയിട്ട് ഈ കുട്ടിക്ക് നൽകുന്നത്. ഇൻ കേസ് നമ്മൾ പറയുന്ന വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ യു ക്യാൻ ഡു വാട്ട് എവർ ഡു വാണ്ട്, എന്ത് ചെയ്യാം, നോ പ്രോബ്ലം. കാരണം നമ്മൾ ലീഗലി അത് അഷ്യൂർ ചെയ്യാണ്, നമ്മൾ ഏറ്റെടുത്തു. കാരണം ആ കുട്ടിയുടെ ക്വാളിറ്റി അത്രയും 100% നമുക്ക് ഗ്യാരണ്ടീഡ് ആണ്. അതിൽ വേറെ സംശയം നമുക്കില്ല, കുട്ടികൾക്കും ഉണ്ടാവില്ല. ഇതാണ് നമ്മുടെ കോൺഫിഡൻസ്. ഈ കമ്പനീസ് എങ്ങനെയാണ് ഈ സിലബസ് ഫോം ചെയ്യുന്നതിനും അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരു പ്രാക്ടിക്കൽ നോളജ് കിട്ടുന്നതിനും അതെങ്ങനെയാണ് ആ കമ്പനികളുടെ ഒരു ഇൻവോൾവ്മെന്റ്? നമ്മൾ പറഞ്ഞ ആ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റേജിൽ നമ്മൾ ഇവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇവരായിട്ട് നമ്മൾ ചോദിക്കുന്ന സമയത്ത് കറക്റ്റ് നമ്മൾ ചോദിച്ചത് ഒരു ജോബ് റോൾ, ഒരു ജോബ് പൊസിഷൻ വരുന്നു, ഒരു ജോബ് നിങ്ങൾ ഓക്കെ ഇന്ന പൊസിഷനിലോട്ട് ഒരാളെ ഹയർ ചെയ്യുന്നു, നിങ്ങൾ എന്തായിരിക്കും ആ കുട്ടിയിൽ നോക്കുക, നിങ്ങൾ എന്ത് ക്വാളിറ്റി കുട്ടിക്ക് ഉണ്ടെങ്കിലാണ് നിങ്ങളൊരു ജോലി കുട്ടിക്ക് കൊടുക്കുക. ഒരു റൈറ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റണം. അല്ലെങ്കിൽ ഫൈനാൻസ് ടീം എന്ന് പറയുന്നത് ഹ്യൂജ് ക്യാഷ് ഫ്ലോ ആയിട്ട് കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഇവർക്കൊരു സ്കില്ല് വേണം. ആ ഒരു സ്കില്ല് എന്ത് കാര്യങ്ങളാണ് നിങ്ങൾ പ്രോപ്പർലി നോക്കാറ്, എന്തൊക്കെയാണ് നിങ്ങൾ ചെക്ക് ചെയ്യാറ്. അവരുടെ ഒരു ഇൻ്റർവ്യൂ സെക്ഷൻസ് ഉണ്ടാവില്ല. ഒരു 3 കാറ്റഗറി ഇൻ്റർവ്യൂ സെക്ഷൻസ് ആണ് നോർമലി എല്ലാ കമ്പനികളിലും ഉണ്ടാവുക. ഈ 3 ഇൻ്റർവ്യൂ സെക്ഷനുകളിലും ഇവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെക്ക് ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ഒരു സർവേ നമ്മൾ ആദ്യമായിട്ട് എടുത്തു. കുട്ടികൾക്ക് ഇല്ലാതെ പോകുന്ന സ്കില്ലുകൾ എന്താണ്, ഈ ഒരു സർവേക്ക് ക്വാളിഫൈ ആവാൻ കുട്ടികൾക്ക് ഇല്ലാതെ പോകുന്ന സ്കില്ല് എന്താണെന്ന് എടുത്തു. ഈ 2 കാര്യങ്ങളും വെരിഫൈ ചെയ്യാൻ ഈ 200 കമ്പനികൾ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
മെജോറിറ്റി കമ്പനികളും നമ്മളോട് ഡയറക്റ്റ്ലി ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. ഓക്കെ, ഇന്ന സ്കില്ലുകൾ കുട്ടിക്ക് ഉണ്ടെങ്കിൽ, ഇന്ന നോളജ് കുട്ടിക്ക് ഉണ്ടെങ്കിൽ, ഇന്ന രീതിയിൽ ഡിസിഷൻ കുട്ടിക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളവരെ ജോലിക്ക് എടുക്കാം, നോ പ്രോബ്ലം, വി ക്യാൻ ഈസിലി. ആ ഒരു രീതിയിൽ ഇവർ നമ്മളെ ഹെൽപ്പ് ചെയ്തു. അല്ലാതെ നമ്മളെ മനസ്സിൽ വിചാരിക്കും ഓക്കെ ഇന്ന റോള് കൊടുക്കാം, ഇന്ന സ്കില്ല് കൊടുക്കാം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ എല്ലാവരും ചെയ്യുന്നത് പോലെ എന്തെങ്കിലും കൊടുക്കാം എന്നുള്ള രീതിയിലല്ലാതെ കമ്പനികൾക്ക് എന്താണ് വേണ്ടത്, ഈ റിയൽ മാർക്കറ്റിൽ അല്ലെങ്കിൽ എക്കണോമിയിൽ, സൊസൈറ്റിയിൽ പുതുതായിട്ട് വരുന്ന കമ്പനികൾക്ക്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കമ്പനികളുടെ ഇവർ ഏത് പേഴ്സണാണ് ജോലി കൊടുക്കുക, ആ പേഴ്സണെ എങ്ങനെ ബിൽഡ് ചെയ്യാം, അതാണ് ഇവരേക്ക് നിന്ന് കിട്ടിയ ഏറ്റവും വലിയൊരു സപ്പോർട്ട് നമുക്ക്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ ബിൽഡ് ചെയ്യാൻ പറ്റും. അതിന് ആവശ്യമായിട്ടുള്ള സ്കില്ലുകൾ നമുക്ക് നമ്മളെ കോഴ്സിൽ ആഡ് ചെയ്യാൻ പറ്റും, സോഫ്റ്റ്വെയറുകൾ ആഡ് ചെയ്യാൻ പറ്റും, നോളജ് ആഡ് ചെയ്യാൻ പറ്റും. ഈ രീതിയിലാണ് നമ്മളെ സ്ട്രക്ചർ ചെയ്യാൻ ഇവരൊക്കെ ഹെൽപ്പ് നമ്മൾ നേടിയിട്ടുണ്ടായിരുന്നത്. കരിയർ ചൂസ് ചെയ്യാന്ന് പറയുമ്പോൾ ഏതൊരു സ്റ്റുഡൻറ്റിൻ്റെ ഓപ്ഷൻ തന്നെയാണ്. നമ്മളിപ്പോൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, സ്റ്റുഡൻറ്റും പാരൻറ്റും തന്നെയാണ് ഒരു കരിയർ ഓപ്ഷൻസ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവർ ചൂസ് ചെയ്യേണ്ടത് കുറേ പേപ്പർ ഡിഗ്രികൾ ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കൂട്ടിയിട്ട് കാര്യമില്ല. ജോലിക്ക് വേണ്ടിയിട്ട് പഠിക്കാം. ജോലി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു സ്ട്രഗിൾ ഫീൽ ചെയ്യും അല്ലേ. ജോലി അതിനിപ്പോൾ ജോബ് എന്ന് പറയുന്നത് രണ്ട് രീതി ചെയ്യാം, ഇഷ്ടപ്പെട്ടിട്ടും ചെയ്യാം, കഷ്ടപ്പെട്ടിട്ടും ചെയ്യാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ജോലി ഇഷ്ടത്തോടെ ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഉറപ്പ് വരുത്തും. അത് 100% ഉറപ്പാണ്. കാരണം നമ്മളെ സ്ട്രക്ചറെ ആ രീതിയിലാണ് വെച്ചിട്ടുള്ളത്. സോ അവർ ഹാപ്പി ആയിരിക്കും. +2 കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും അടുത്തതൊരു ഡിഗ്രി ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇപ്പം എല്ലാ ജോബാണെന്നുണ്ടെങ്കിലും ഒരു ബേസിക് ക്വാളിഫിക്കേഷനായി നമ്മൾ ഡിഗ്രിയാണ് ചോദിക്കുന്നത്. പക്ഷേ മെർച്ചെക്സ് +2 കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു CFM എന്നുള്ള ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് +2 കഴിഞ്ഞൊരു സ്റ്റുഡൻറ്റ് മെർച്ചെക്സിലേക്ക് വരണം ഈ ഒരു പ്രോഗ്രാമിന്? ഇതിന് മെയിനായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്, ഡിഗ്രി പഠിക്കുന്നത് കുറേ കുട്ടികൾ എന്താണെന്ന് അറിഞ്ഞിട്ടൊന്നുമില്ല. ഒരു ട്രെൻഡാണ്, +2 കഴിയുന്നു, നെക്സ്റ്റ് ഒരു ഡിഗ്രി എടുക്കുന്നു. ഈ ഡിഗ്രി ചൂസ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾ ഫസ്റ്റ് നോക്കുന്നത് പാസിംഗ് പെർസെൻറ്റേജ് കൂടുതലായിട്ടുള്ള ഡിഗ്രി ഏതാണ്, എനിക്ക് പെട്ടെന്ന് പാസ്സാവാൻ പറ്റുന്ന ഡിഗ്രി ഏതാണ്, എനിക്ക് അരിയേഴ്സ് ഒന്നും ഇല്ലാതെ സപ്ലി ഒന്നും ഇല്ലാതെ പെട്ടെന്ന് പാസ്സാവാൻ പറ്റുന്ന ഡിഗ്രി എന്താണ്. ഈ ഡിഗ്രിക്ക് കയറുന്നു, ഡിഗ്രി കഴിഞ്ഞ് ഒരു 2 വർഷം 3 വർഷമൊക്കെ റിയലൈസിങ് സ്റ്റേജിൽ എത്തുമ്പോൾ കുട്ടി മനസ്സിലാക്കുന്നു, അല്ല ഞാൻ എന്തിനാ ഈ ഡിഗ്രി എടുത്തേ, ഇത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് ഒരു ജോലി സാധ്യത ഇല്ല, അത് കഴിഞ്ഞിട്ട് ഇനി നെക്സ്റ്റ് എന്തെങ്കിലും പഠിക്കണം, എന്നിട്ടേ എനിക്കൊരു ജോലിക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ BCom ഒക്കെ കഴിഞ്ഞവർക്ക് ചിലവർക്ക് അക്കൗണ്ടിങ് എന്താ, ഫൈനാൻസ് എന്താണെന്ന് പോലും അറിയാത്ത ആളുകളുണ്ട്. അതിനൊരു ടേംസ് പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആയിട്ട് പോകുന്ന ആളുകളുണ്ട്. ഈ ഒരു ട്രെൻഡിൻ്റെ പുറത്ത് ഇതിലോട്ട് എത്തിയ ആളുകളാണ്. ഇങ്ങനെ കഴിഞ്ഞു 3 വർഷം അവനതിന് വേണ്ടി സ്പെൻഡ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് ബ്ലാങ്ക് ആണ്. ഇനി നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്താലാണ് എനിക്ക് ജോലി കിട്ടുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ഈ കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ, മെർച്ചെക്സിൻ്റെ CFM എന്ന് പറയുന്ന കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ ആ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവില്ല. കാരണം നിങ്ങൾ പഠിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് പൂർണ്ണമായ ബോധ്യം ഉണ്ടായിരിക്കും. എന്തിന് പഠിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ആൻസർ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും. ഏത് ജോലിയിലോട്ടാണ് ഞാൻ പോകുന്നത്, ഏത് പൊസിഷനിലോട്ടാണ് ഞാൻ പോകേണ്ടത്, അവിടെ പോയിട്ട് ഞാൻ എങ്ങനെ ഈ പഠിച്ച കോഴ്സിനെ പ്രാവർത്തികമാക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ആൻസർ ഉണ്ടായിരിക്കും. ഈ ആൻസറുകൾ വേറൊരു ഡിഗ്രിയിൽ നിന്നോ വേറൊരു ഓപ്ഷൻസും നിങ്ങൾക്ക് കിട്ടില്ല. കാരണം ഈ ഡിഗ്രി സ്ഥാപനങ്ങളൊക്കെ പഠിപ്പിക്കുന്നതൊക്കെ 3 വർഷത്തെ ഡിഗ്രി അല്ലെങ്കിൽ 4 വർഷത്തെ ഡിഗ്രി കഴിഞ്ഞ് നിങ്ങൾ പുറത്തിറങ്ങുന്നു, ഗ്രാജുവേറ്റ് ആവുന്നു. ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ അടുത്തൊരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സാധനം പിന്നെ പഠിക്കണം, എന്നിട്ടേ ഒരു ജോലി കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു 5 years എന്തായാലും അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യണം. ഇവിടെ നിങ്ങൾ 3 years സ്പെൻഡ് ചെയ്യണം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഡിഗ്രി എടുക്കാൻ പറ്റും, പാരലലായിട്ട് ഡിഗ്രി എടുക്കാൻ പറ്റും. പ്ലസ് ഡിഗ്രി കഴിയുന്നതോടൊപ്പം ഒരു പ്രൊഫഷണൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള കോഴ്സ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങളുടെ കയ്യിലുണ്ട്, പ്രാക്ടിക്കൽ നോളജ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഒറ്റയടിക്ക് കിട്ടുക എന്ന് പറയുന്നത് അവൻ്റെ ലൈഫിൽ ഏറ്റവും നല്ല ഡിസിഷനായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ +2 കഴിഞ്ഞിട്ട് ഒരു വയസ്സായിട്ടുള്ള ഡിസിഷൻ എടുക്കും. വെറുതെ വേസ്റ്റ് ചെയ്യാതെ, കരിയർ വേസ്റ്റ് ചെയ്യാതെ, കരിയർ ഗ്യാപ്പുകൾ വരാതെ, ഒരു സ്റ്റെക്കായി പോകാതെ വയസ്സായിട്ടുള്ള ഡിസിഷൻ എടുക്കും. അതിന് പറ്റിയ ഏറ്റവും നല്ല ഡിസിഷനാണ് CFM എന്നാണ് നമ്മൾ അവകാശപ്പെടുന്നത്. ഇന്റേൺഷിപ്പിന്റെ കാര്യം പറഞ്ഞു. ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു പേഴ്സണൽ ട്രെയിനിങ്, പേഴ്സണൽ മെന്ററിങ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അതിന്റെ കൂടെ തന്നെ IPTP എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിനെ പറ്റിയും സംസാരിച്ചു. ആക്ച്വലി ഈ 2 കാര്യങ്ങളും കുട്ടിക്ക് എങ്ങനെയാണ് ബെനിഫിഷ്യൽ ആയിട്ട് വരുന്നത്? അതായത് കുട്ടിയുടെ ട്രെയിനിങ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം കുട്ടി പഠിച്ചിറങ്ങുമ്പോൾ എക്സ്പീരിയൻസ് വേണം, 100% പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വേണം, അവൻ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്ത സിറ്റുവേഷൻസുകൾ വേണം. അതിനാണ് നമ്മൾ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം നമ്മളതിൽ കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തത്. ഈ ഇൻറ്റേൺഷിപ്പ് സമയത്ത് എല്ലായിടത്തും നമ്മൾ കണ്ടുവരുന്ന സംഭവം, ഇൻറ്റേൺഷിപ്പിന് കുട്ടി പോകുന്നു, പിന്നെ കുട്ടിയുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇൻറ്റേൺഷിപ്പിന് പോവുക, അവന് കറക്റ്റ് പഠിക്കുക വരിക എന്നുള്ളത് കുട്ടിയുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് എല്ലായിടത്തും മാറുന്നത്. അങ്ങനെ ചെയ്തിട്ട് വരുന്ന കുട്ടിയെ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നീ നമ്മൾ വിചാരിച്ച പോലെ ക്വാളിറ്റി ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പറയുന്നതാ ട്രെയിനിങ് സമയത്ത് അവൻ ഉഴപ്പി, അതിലിപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല, അവനായിരുന്നു പ്രോപ്പർ. ഈ ഒരു സാധനം കുട്ടികളുടെ ഇടയിൽ, പാരൻസിൻ്റെ ഇടയിൽ വരാൻ പാടില്ല.
നമ്മൾ എന്ത് ചെയ്യും, ഓരോ കുട്ടിയെയും പേഴ്സണൽ മെൻറ്റർ ചെയ്യും. കുട്ടിക്ക് ഇനി അവിടെ ഒരു സംശയം വന്നു, ഇന്ന സിറ്റുവേഷൻസ് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് പെട്ടെന്ന് ഒരു സപ്പോർട്ട് വേണം. ആ സപ്പോർട്ട് ഈ പേഴ്സണൽ മെൻറ്ററിങ്ങിലൂടെ നമ്മൾ ഉറപ്പ് വരുത്തും. കുട്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളുടെ റിവേർട്ട് നമ്മളെടുക്കും, നമ്മൾ മോണിറ്റർ ചെയ്യും. കുട്ടി എന്തിലാണ് ഫോക്കസ്ഡ് ആയിട്ടുള്ളത്, കുട്ടി എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഏതൊക്കെ കാര്യങ്ങൾ അവന് മെച്ചപ്പെടാനുണ്ട് എന്നുള്ളത്. പ്ലസ് നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് പ്രൊഫഷണൽ ട്രെയിനിങ് പ്രോഗ്രാം IPTP. ഈ ഒരു സംഭവത്തിന് ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് അപ്ഡേഷൻസ് കിട്ടിക്കൊണ്ടേയിരിക്കണം, അഡ്വാൻസ്ഡ് ആവണം. കരിയറിൽ ഇനിയൊരു അനദർ ടോപ്പ് കോഴ്സ് അവന് എടുക്കാൻ പാടില്ല, അതിന് ആവശ്യം ഉണ്ടാവരുത്. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് വിഷൻ. ഇതിനു വേണ്ടി നമ്മളൊരു 15 ടോപ്പിക്കുകളുടെ ഒരു സെഗ്മെൻറ്റ് വെച്ചു. ഈ സെഗ്മെൻറ്റിൽ വാല്യുവേഷൻ ആയിക്കോട്ടെ, പിന്നെ അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ഡിസിപ്ലിന്, ഫൈനാൻഷ്യൽ മെച്യൂരിറ്റി, കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, ഇങ്ങനെയുള്ള അഡ്വാൻസ്ഡ് പാർട്ടുകൾ. പുതിയൊരു ടൂള് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ അത് കുട്ടിക്ക് നമ്മൾ കൊടുക്കും ഈ ഒരു സെഗ്മെൻറ്റിൽ. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം ടാക്സേഷൻ ലോ, ഇതൊക്കെ ഓരോ വർഷത്തിൽ 6 മന്ത്സിലൊക്കെ അപ്ഡേഷൻസ് സംഭവിക്കാറുണ്ട്. അപ്പോൾ ഈ അപ്ഡേഷൻസും കുട്ടിക്ക് കിട്ടണം, അത് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടണം. നമുക്ക് എന്തെങ്കിലും കിട്ടിയിട്ട് കാര്യമില്ല, ഇപ്പോൾ ഇന്ന് നടക്കേണ്ട കാര്യം ഇന്ന് നടക്കണം. അത് അപ് ടു ഡേറ്റ് ആയിട്ട് കുട്ടിക്ക് എത്തിക്കുക എന്നുള്ള പാട്ടും ഈ IPTP എന്ന് പറഞ്ഞ പ്രോഗ്രാമിലൂടെ ഈ പേഴ്സണൽ മെൻറ്റർ ത്രൂ ആണ് നമ്മൾ എന്ത് ചെയ്യുക, കുട്ടിയിലോട്ട് എത്തിക്കുക. പോരാത്തതിന് നമ്മളെ നിലവിലുള്ള എക്സ്പേർട്ടുകളായിട്ടുള്ള മാർക്കറ്റിൽ നമ്മുടെ കമ്പനീസിൽ നമ്മളെ പല പല സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയിട്ടുള്ള പുതിയ ഇൻവെസ്റ്റേഴ്സ്, പുതിയ കമ്പനി CEOs, CFOs, ഇങ്ങനെയുള്ള ആളുകളുടെ എക്സ്പേർട്ട് സെക്ഷനും ഈ ഒരു ടൈമിൽ കുട്ടിക്ക് നമ്മൾ കൊടുക്കും. കാരണം അവൻ്റെ കരിയർ ഇനി എങ്ങോട്ട്, കരിയറിൽ നെക്സ്റ്റ് എന്ത് കാര്യത്തിൽ അവൻ ഫോക്കസ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു കറക്റ്റ് വിഷന് ഈ ഒരു IPTP എന്ന് അവനക്ക് ഉറപ്പുവരുത്താൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ് ട്രെയിനിങ് കഴിഞ്ഞൊരു കുട്ടിക്ക് നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റും, ഓക്കെയാണ്, പിന്നെ പേഴ്സണൽ മോണിറ്റർ നമ്മൾ ചെയ്തിട്ടുണ്ട്, പിന്നെ പ്രോപ്പർ പെർഫോമൻസ് നമ്മളെ കയ്യിലുണ്ട്, എന്തൊക്കെ കാര്യം പിന്നെ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ടുണ്ട് നമുക്കറിയാം. ഇൻ്റർനാഷണൽ ടാക്സേഷൻ ഒക്കെ അവൻ ആ ടൈമിലാണ് പഠിക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ആ കുട്ടിയാണ് നമ്മൾ ഫൈനൽ QC കഴിഞ്ഞിട്ട് നമ്മൾ ജോലിയിലോട്ട് വിടുന്നത്. അപ്പോൾ ഈ ഒരു കരിയറിൽ ഇനി നെക്സ്റ്റ് ഒരു ടോപ്പ് കോഴ്സ് നിങ്ങൾ എടുക്കണ്ട, എൻ്റെ സാധനം നിങ്ങളിവിടെ കരിയറിൽ എല്ലാം കവർ ചെയ്തിട്ടുണ്ട്, ഇനി നിങ്ങൾ നേരെ ജോലിയിലോട്ട് പോയാൽ മതി എന്നുള്ളൊരു പാട്ടിലാണ് നമ്മൾ അത് അഷ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ നമ്മൾ ഈ IPTP എന്ന് പറഞ്ഞ പ്രോഗ്രാമും പേഴ്സണൽ മെൻറ്ററിങ്ങും നമ്മൾ ഈ ഇൻറ്റേൺഷിപ്പിൻ്റെ സമയത്ത് ഉറപ്പുവരുത്തിയിട്ടുള്ളത്. ഇനി പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ എക്സ്പീരിയൻസ് എവിടെയെന്നുള്ളൊരു ചോദ്യം നിങ്ങളോട് ആരും ചോദിക്കില്ല. ആ ഒരു ഗ്യാരണ്ടിയാണ് മെർച്ചെക്സ് നിങ്ങൾക്ക് നൽകുന്നത്. ഇന്നത്തെ ബ്രാൻഡ് വാല്യൂ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.